ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ വി ക്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ടയും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ച് വളരെ രുചികരമായൊരു ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിനുശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറിയാൽ മതി. ഉലുവ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവരുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. മുളക് പൊടി ഒന്ന് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം മതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ അത് വഴറ്റിയെടുക്കുക. മുളക് പൊടി ഏകദേശം ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വീണ്ടും ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ എരിവ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. എല്ലാം മൂത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ. എനിക്ക് മല്ലിയില കിട്ടിയില്ല, ഞാൻ അറബി മല്ലി എന്ന് പറഞ്ഞ മല്ലിയുടെ അതേ ഗുണമുള്ള ഒരു ഇലയാണ് ചേർത്തത്. 2 പച്ചമുളക് ഇട്ട് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ച പൊട്ടറ്റോ കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇത് നല്ലപോലെ വഴറ്റിയിട്ട് എല്ലാ മുളക് പൊടിയും നമ്മുടെ എല്ലാം ഇതിലേറ്റ് മുഴുവനായിട്ട് പെരക്കിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടും. അപ്പോൾ നമ്മൾ വീണ്ടും ചേർക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പൊട്ടറ്റോ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഒരു പച്ചപ്പൊക്കെ മാറിയിട്ട് നല്ലൊരു കളറായിട്ട് വരണം. നമ്മളിത് ഇലകളൊക്കെ ചേർത്തുകൊണ്ട് മല്ലിയിലും കറിവേപ്പിലൊക്കെ ചേർത്തുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് ഇതിന്. ഇപ്പം എല്ലാം ചേർത്ത് വഴറ്റിയിട്ട് നല്ലൊരു പാകത്തിലായിട്ടുണ്ട്. അതായത് ഈ ഒരു പാകത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് പൊട്ടിച്ച് വെച്ച 2 കോഴിമുട്ട, 2 മുട്ട ഉണ്ണിയടക്കം അതിൻ്റെയും വെള്ളയടക്കം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇതിൽ പൊട്ടറ്റയും മുട്ടയും നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിരിക്കണം. എല്ലാം പൊട്ടറ്റോ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, ബാക്കിയുള്ള കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, വളരെ കുറച്ച് മതി കേട്ടോ, എരിവ് കൂടണ്ട. വളരെ കുറച്ച് കുരുമുളക് പൊടി, തുടർന്ന് അതിനുശേഷം കുറച്ചുകൂടെ മുളക് പൊടിയോടെ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ വളരെ കുറച്ചല്ലേ ഇട്ടേ, ഇപ്പോൾ മുട്ട കൂടെ ഇട്ടപ്പോൾ കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ചെല്ലാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കണത്. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വഴറ്റിയിട്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ കട്ട പിടിക്കാതെ, അത് ഇടയ്ക്ക് കട്ട പിടിക്കും ഇതിങ്ങനെ മുട്ട ഒഴിച്ചുകൊണ്ട്. ആ കട്ട എല്ലാം ശരിയാക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മളിത് ശരിക്കും ഇങ്ങനെ ഉടച്ചിട്ട് എല്ലാം മുട്ട എല്ലാം കട്ട പിടിച്ച് എല്ലാം ഉടച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിൽ കുറച്ച് ഗരം മസാല ഉപയോഗിക്കാം. ഗരം മസാല ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ആ ഗരം മസാല ആദ്യത്തിൽ നമ്മൾ ഇടരുത്, അവസാനം ഇട്ടിട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം ഇങ്ങനെ ചൂടാക്കി എടുക്കുക. എല്ലാവർക്കും ഗരം മസാല മുട്ടയിലിടുന്ന ഇഷ്ടമുണ്ടാവില്ല, എന്നാലും ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഗരം മസാല നല്ലപോലെ മൂത്തിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മൾ വളരെ രുചികരമായ ഒരു ഭക്ഷണമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും അത്രയ്ക്ക് രുചികരമായ ഒരു ഭക്ഷണമാണ്.